ശബരിമല മണ്ഡല മകരവിളക്ക് സീസണിലെ 8ാം ദിവസമായി ഇന്നും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു സന്നിധാനം. ഇന്നലെ 80,000-ലധികം ആളുകളാണ് ദർശനം നടത്തിയത്. ഇതുവരെ 6 ലക്ഷം ഭക്തജനങ്ങൾ മണ്ഡലകാലത്ത് ശബരിമല സന്നിധാനത്തെത്തി. MG പ്രതീഷ് ശബരിമലയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. അതുപോലെ പമ്പയിൽ EV ജയശങ്കറുണ്ട്. ജയശങ്കർ കൂടി ചേരും പിന്നീട്. ആദ്യം പ്രതീഷിലേക്ക്. പ്രതീഷ്, ശരിക്കും യഥാർത്ഥത്തിൽ ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം കുറച്ചതോടെ ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്തി പോകാം എന്ന അവസ്ഥ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നു. വളരെ ആശ്വാസം. SKN തീർച്ചയായും തീർത്ഥാടകരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ കാര്യമാണ് ഈ സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം കൊണ്ടുവന്നത്. വളരെ തൃപ്തിയോട് കൂടിയാണ് പമ്പയിൽ നിന്ന് മല കയറി 18ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തി തീർത്ഥാടകർ മടങ്ങുന്നത്. യാതൊരു പരാതിയും തിരക്കുമായി ബന്ധപ്പെട്ട തീർത്ഥാടകർ ഉന്നയിക്കുന്നില്ല. കൃത്യമായി തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് തന്നെയാണ് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങി ഇന്ന് 8ാം ദിവസമാണ്. 7ാം ദിവസമായി ഇന്നലെ 80,000-ന് മുകളിൽ തീർത്ഥാടകർ ദർശനം നടത്തിയിട്ടുണ്ട്. 10,000-ഓളം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ കണക്ക് അറിയിക്കുന്നത്. ഇന്ന് ഈ നട തുറന്ന് 3 മണിക്ക് നട തുറന്ന് 7 മണി ആയപ്പോഴേക്കും 21,000 തീർത്ഥാടകർ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗിക കണക്ക് വ്യക്തമാക്കുന്നത്. 3,596 പേരാണ് 1 മണിക്കൂറിൽ 18ാം പടി ചവിട്ടുന്നത്. ഇതുവരെ സ്പോട്ട് ബുക്കിംഗ് 3,470 പേരും ആയിട്ടുണ്ട്. ഈ മാലയിട്ട് ഇരുമുടിക്കെട്ടുമായി പമ്പയിലെത്തുന്ന എല്ലാ തീർത്ഥാടകരെയും ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടുന്നുണ്ട്. അവർക്ക് നിയന്ത്രണങ്ങളൊന്നുമില്ല. നിലവിൽ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു തീർത്ഥാടന തിരക്ക് മാത്രമാണ് സന്നിധാനത്തുള്ളത്. കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് ഇന്നലെയും ഇന്നും തീർത്ഥാടകരുടെ തിരക്കിൽ കുറവുണ്ട്. രാവിലെ ഈ നടപ്പന്തലിൽ ഉൾപ്പെടെ ഒരു വരി മാത്രമാണ് തീർത്ഥാടകരുടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സുഗമമായ രീതിയിൽ അയ്യപ്പ ദർശനം നടത്താൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് 18ാം പടിക്ക് താഴെയുള്ള ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലൊരു ദൃശ്യം ശബരിമലയിൽ ഇല്ലായിരുന്നു. ഈ കാണുന്ന ഇടങ്ങളിലെല്ലാം തീർത്ഥാടകർ തിങ്ങി നിറഞ്ഞ അവസ്ഥയായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായിരുന്നത്. പക്ഷേ ആ അവസ്ഥയൊക്കെ മാറി വളരെ ആശ്വാസത്തോടു കൂടി വളരെ സമാധാനത്തോടു കൂടി തീർത്ഥാടകർ നടപ്പന്തലിൽ നിന്ന് 18ാം പടി കയറാനായി എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ വളരെ സുഗമമായ രീതിയിൽ സന്തോഷത്തോടു കൂടി ഭക്തി നിർഭരമായി തന്നെ തീർത്ഥാടകർ മല ചവിട്ടുന്നു എന്നതാണ് നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച. ഈ മറ്റ് പരാതികളൊക്കെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടായാലും കുടിവെള്ളവുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ തന്നെയുള്ള പരാതികൾ പരിഹരിച്ച് വരികയാണ്. കൂടുതൽ തീർത്ഥാടകരെ ഉടൻ നിയമിക്കും. താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുമെന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ പരാതികളൊന്നും തന്നെ ഇല്ലാതെ കൃത്യമായ നിയന്ത്രണത്തിലൂടെ കൂടി ശബരിമല സന്നിധാനം മുന്നോട്ട് പോവുകയാണ്. കാനനപാത വഴിയും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കും എന്നതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പോലീസും അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ എണ്ണം കണക്കാക്കിക്കൊണ്ടായിരിക്കും സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും ഒപ്പം എക്സിക്യൂട്ടീവ് ഓഫീസറും അതുപോലെ തന്നെ ഈ പോലീസിന്റെ ചീഫ് കോർഡിനേറ്ററും ചേർന്നായിരിക്കും എത്രത്തോളം ആൾക്കാരെ സ്പോട്ട് ബുക്കിംഗ് വഴി അനുവദിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും ശബരിമലയിലെ തിരക്കും നിയന്ത്രിക്കുക. ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷമാണ് SKN സന്നിധാനത്ത് ഉള്ളത്. താങ്ക് യു. സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് ഭക്തജനങ്ങൾ വരികയും ശബരിമലയിലെ ഭക്തജന സ്വാധീനം വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിൽ പോലും ശബരിമല സന്നിധാനത്തിൽ താങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് സൗകര്യങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് ഭക്തജനങ്ങളെ സന്നിധാനത്ത് എത്തിക്കരുത് എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. കാരണം ആദ്യ ദിവസത്തെ ഭക്തജനങ്ങളുടെ നമ്പർ കണ്ടിട്ട് നമ്മൾ മാത്രമല്ല, അതിൽ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ K. ജയകുമാർ IAS പോലും ടെൻഷൻ വന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ കാരണം ഇത്രയധികം ആളുകൾ നാടിൻ്റെ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കനത്ത സുരക്ഷ ഒരുക്കാൻ നമുക്ക് കഴിയണം. ആ സുരക്ഷ ഒരുക്കാൻ കഴിയുന്ന നമ്പർ മാത്രമായിട്ട് നമ്മളത് ലിമിറ്റ് ചെയ്യണം. അവിടെ വരുമാനമൊന്നുമല്ല പ്രശ്നം. പമ്പയിലും ഇപ്പോൾ സാധാരണ നിലയാണ്. മലയിറങ്ങുന്ന ഭക്തജനങ്ങളല്ലാതെ മല കയറാൻ ജനങ്ങൾ കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം കുറച്ചു. സാധാരണഗതിയിൽ ശബരിമല ദർശനം കഴിഞ്ഞു പോകുന്നു. പമ്പയിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നറിയാൻ ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് AV ജയശങ്കർ, പറയൂ. ശബരിമലയിലും പമ്പയിലും ഇപ്പോൾ ഭക്തജനങ്ങളുടെ എണ്ണം കുറവ്, തിരക്ക് കുറവ്, അങ്ങനെയുള്ള അലച്ചിലൊന്നും ഭക്തജനങ്ങൾക്കില്ലാതെ ഇപ്പോൾ അയ്യപ്പനെ കണ്ടു മടങ്ങാം എന്നായിരിക്കുന്നു.
ഗുഡ് മോർണിംഗ് എസ് കെ. ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. പക്ഷേ പമ്പയിൽ കാര്യമായ ഭക്തജന തിരക്കില്ല. സാധാരണ ശബരിമല സീസൺ കാലത്ത് ഉള്ള ഒരു തിരക്ക് മാത്രമാണ് നിലവിൽ പമ്പയിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്കൊക്കെ നോക്കിയാൽ തീർത്ഥാടകർ ദർശനമൊക്കെ പൂർത്തിയാക്കി സുഖദർശനം നേടി തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മുമ്പ് നിരവധി പരാതികൾ ഈ മലയിറങ്ങി വരുമ്പോൾ നമ്മളെയൊക്കെ കാണുമ്പോൾ നിരവധി പരാതികൾ ഭക്തർ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നങ്ങനെ അത്തരത്തിൽ പരാതികളുടെ എണ്ണമൊക്കെ കുറവാണ്. കാരണം കൃത്യമായി വെള്ളം ലഭിക്കുന്നുണ്ട്, അധിക സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നില്ല, കൃത്യമായ രീതിയിൽ ദർശനത്തിനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ദർശനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ദർശനം. ഇത്രയും കാലത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ദർശനം കിട്ടി. ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അടിപൊളി. സന്നിധാനത്ത് തീരെ തിരക്ക് കുറവാ, നടപ്പന്തലിലെങ്ങും തിരക്കേ ഇല്ല. അതുതന്നെയാണ് സ്കെയിൻ. കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. ഭക്തർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. സുഖദർശനം എന്നാണ് അവർ പറയുന്നത്. 2 ദിവസം ചെറിയ പ്രശ്നങ്ങളുണ്ടായി, പിന്നീട് പോലീസ് കൃത്യമായി ഇടപെട്ടു. ആ ഇടപെടലിന്റെ റിസൾട്ട് എന്തായാലും സന്നിധാനത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭക്തർക്ക് ഇത്തരത്തിൽ സുഖദർശനം നേടി വരാനാകുന്നത്. വരും ദിവസങ്ങളിലും ആ നിയന്ത്രണങ്ങൾ തുടരും. കൃത്യമായി സ്പോട്ട് ബുക്കിംഗുകൾ ഉൾപ്പെടെ എത്ര പേരെ കയറ്റണം എന്ന് ഓരോ ദിവസത്തെ സാഹചര്യം നോക്കി പ്രത്യേകമായി രൂപീകരിച്ച കമ്മിറ്റി തീരുമാനമെടുക്കും. അങ്ങനെ കാര്യങ്ങളെല്ലാം ശാന്തമാണ്. ചെറിയൊരു മഴക്കോളുണ്ട് എസ് കെ എൻ. ഏത് നിമിഷം ഒരു മഴയൊക്കെ പെയ്യാം. എന്തായാലും ഭക്തജനങ്ങൾ സന്തോഷത്തിലാണ്. അവർ വലിയ രീതിയിൽ അയ്യപ്പ ദർശനം നടത്തി സായുജ്യമടങ്ങി തന്നെയാണ് മടങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.